ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇപ്രാവശ്യത്തെ ഓണം ഞാനും സുനിലും ബാംഗ്ലൂർ തന്നെയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ്. പക്ഷെ നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഓണത്തിൻ്റെ ദിവസം വരെ എനിക്ക് കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഓണത്തിന് കുറച്ച് പേരുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ രാത്രി ഞാനും സുനിലിൻ്റെ കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ട്. ധന്യ എന്ന പേര്. അവർ ബാംഗ്ലൂർ സെറ്റിൽഡ് തന്നെയാണ്, ധന്യ ചേച്ചിയും ഹസ്ബൻഡും. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പൂവൊക്കെ കളർ വൈസ് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് വൈകി കിടന്നപ്പോൾ, എന്നിട്ട് രാവിലെ ഒരു 6-6:30 എണീറ്റു പൂക്കളൊക്കെ ഇട്ടു. എനിക്കിങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു 1 hour എടുത്തു. എല്ലാം കൂടി 1 hour തീർത്തു. കാരണം കോളേജും ഉള്ളതുകൊണ്ട് തിരക്ക് പിടിച്ചിടുമായിരുന്നു. അപ്പം അതിൻ്റെ പരിപാടികളാണ്. പിന്നെ ഇത് പൂവൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ട ഒരു പുഴുവാണ്. കുറേ എണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഗൗരിയുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അവർ ലക്ഷദ്വീപിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഒരു 1 week ലീവിന് വന്നതാണ് ഗൗരിനെ കാണാനും കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും ബാംഗ്ലൂർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സദ്യയുടെ ഐറ്റംസ്. കുറേ ഉണ്ടായിരുന്നു. സാമ്പാർ, ബീറ്റ്റൂട്ട് പച്ചടി, കിച്ചടി, കൂട്ടുകറി, അവിയൽ, 3 തരം പായസം. പറയുന്ന കേട്ടൊന്നും ഞാനാണ് ഉണ്ടാക്കിയതൊന്നുമല്ല. എനിക്കന്ന് കോളേജൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. വീട്ടിൻ്റെ അടുത്തു നിന്നുള്ളൊരു ഹോട്ടലിൽ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല നാടൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 22 or 24 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സദ്യ വിളമ്പുന്നതും. എനിക്കതിൻ്റെ ഓർഡറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ചെയ്തപ്പോഴാണ് അതാണ് ചേച്ചി എന്നോട് പറഞ്ഞു തരികയാണ്. ഇഞ്ചിപ്പുളി സൈഡിൽ വിളമ്പൂ, പിന്നെ പപ്പടം അതിൻ്റെ അടുത്ത് വയ്ക്കണം, ഓരോന്നിനും അതിൻ്റേതായ ഓർഡറിൽ വേണം വിളമ്പാൻ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആ ഇൻസ്ട്രക്ഷൻസ് കേട്ട് ഞാനിതാ ഓരോന്നായി വന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു 100-150 പ്രാവശ്യം കറണ്ട് പോയി. അപ്പോൾ TV പോലും വെച്ചു കൊടുക്കാൻ പറ്റിയില്ല കുറച്ച് കൂടുതൽ നേരത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ടോപ്പിക്സ് കൊണ്ടുവന്ന് സംസാരിച്ച് അങ്ങനെ ആ ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ കവറപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനം കറണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഒരു ഇല വിളമ്പി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും കറി എടുക്കും. അപ്പോൾ ചേച്ചി പറയും നോ, അതല്ല, അതിൻ്റേതായ ഓർഡറിൽ തന്നെ വിളമ്പി വരുമായിരുന്നു. അപ്പോൾ ഒരു ഇല വിളമ്പാൻ തന്നെ ഒരു 15 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ഇല വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ സദ്യയിലത്തെ ഐറ്റംസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ പപ്പടം, ബനാന ചിപ്സ്, ശർക്കര ഉപ്പേരി, ഇഞ്ചിപ്പുളി അച്ചാർ, കൂട്ടുകറി, ക്യാബേജ് ഉപ്പേരി, പൈനാപ്പിൾ പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ അവിയൽ, ബീൻസ് ഉപ്പേരി, മാംഗോ പച്ചടി, പിന്നെ ഒരു കൂട്ടുകറി, പിന്നെ പഴത്തിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, പിന്നെ ചോറ്, പിന്നെ പായസം, 3 തരം പായസം, പരിപ്പ് പായസം, പാലട പായസം, പിന്നെ പഴം പായസം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ആ ഒരു ഇല വിളമ്പാൻ തന്നെ അത്രയും നേരം എടുത്തു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുക എപ്പോൾ കിട്ടുമെന്ന്. പിന്നെ ടേബിൾ വിളമ്പാൻ തുടങ്ങിയപ്പോൾ കുറച്ച് സ്പീഡായി കേട്ടോ. അപ്പം അവരുടെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് സുനിൽ ഞങ്ങളുടെ കല്യാണ വീഡിയോ TV ഇട്ടിരിക്കുകയാണ്.
ഓക്കെ, സോ എല്ലാ ഗസ്റ്റും എത്തിയിട്ടുണ്ട്. സോ ഇതവിടെ സ്നേഹ നല്ല തിരക്കിലാണ് ഫുഡിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ. സോ ഇത് ജിഎസിനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ജിഎസിൻ്റെ അച്ഛൻ, അമ്മ രണ്ടുപേരുണ്ട്. ഹാപ്പി ഓണം. ഓക്കെ, സോ ഞങ്ങളിവിടെ പൂക്കളൊക്കെ ഇട്ടു, ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഞങ്ങൾ വെഡ്ഡിങ് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സ്നേഹ നല്ല തിരക്കിലാണ്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുത്തേ ഹാപ്പി ആണോ? ഭയങ്കര ടെൻഷനിലാണ്. എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് ഇവിടെ. ധന്യ ഹാപ്പി ആണോ? പിന്നെ ഇത് അവിടെ വരുമ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഗസ്റ്റ്, ചീഫ് ഗസ്റ്റ്. ഓക്കെ, ഇയാളെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പിടികിട്ടാ പുള്ളിയാണ്. മുണ്ടൊക്കെ എടുത്ത് ആള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചെറിയൊരു ഓണാഘോഷമാണ്. ഓക്കെ, വലിയൊരു ഓണാഘോഷം ഒന്നല്ല, ചെറിയൊരു ഓണാഘോഷം. പൂക്കളൊക്കെ ഇട്ടു ഇവിടെ. ഇങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, പൂക്കളത്തിൻ്റെ ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വീട്ടിൽ മാത്രമല്ല പൂക്കളിട്ടത്, ഇവിടെ വെളിയിലും ഒരു പൂക്കളിട്ടിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് പോയി. നല്ല മഴയാണ് പുറത്ത്. സോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മഴയാണ് പുറത്ത്. ഇത് ഞങ്ങളിട്ട പൂക്കളം കണ്ടില്ലേ, ഇതെല്ലാം പോയി. പൂക്കളം എല്ലാം വെള്ളം കൊണ്ടുപോയി. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്സ്. സോ സദ്യ ആൻഡ് പൂക്കളം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാനിത് പാർട്ട് 1 ആയിട്ടായിരിക്കും ഇടുന്ന ഈ വീഡിയോ. സോ നെക്സ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഐ ഷോ യു മൈ ഓണം സെലിബ്രേഷൻ അറ്റ് കോളേജ്. അവിടുത്തെ സദ്യയും അവിടുത്തെ ഡെക്കറേഷൻസും പൂക്കളൊക്കെ ഞാൻ കവർ ചെയ്യാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 ആൻഡ് ഹാപ്പി ഓണം വൺസ് അഗൈൻ.